ക്ലിയർ ആണ്. ശരി, അപ്പൊ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ച് വായിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. പണ്ടത്തങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. പരമാവധി മാർക്ക് സ്കോർ ചെയ്യണം. നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി വർക്കൗട്ട് എടുത്തിട്ട്. ശരി, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിടാം. തന്നിരിക്കുന്നതിൽ ശരിയായ വസ്തുത ഏതെന്നാണ് ചോദ്യം. ശരിയായ വസ്തുത എന്ന് കണ്ടുപിടിച്ചേ നിങ്ങൾ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH85. ബോർഡ് നയിക്കുന്ന ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH744. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH544. കിട്ടിയ ആൻസർ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ആര്യങ്കാവ് ചുരത്തിലെ ദേശീയപാത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ പി സി വെച്ചിട്ടുണ്ട്. ആര്യങ്കാവ് ചുരത്തിലെ ദേശീയപാത ഏതാണ്ട് NH744 ആര്യങ്കാവ് ചുരത്തിലെ ദേശീയപാത അല്ലേ, NH744. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്. നമുക്ക് വേണ്ടത് ശരിയായ വസ്തുത അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH744 എന്നതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് തെറ്റായിട്ടുള്ളതൊക്കെ ശരിയാക്കാം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH544 ആണ് കേട്ടോ. NH544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH544. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ബോർഡ് നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ബോർഡ് നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH85 ആണ് കേട്ടോ. NH85 ബോർഡ് നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, ഇനി വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്നതോ? വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH766 ആണ്. NH766 വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത്. അതായത് എല്ലാ ഉത്തരങ്ങളും ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ് അല്ലേ. പാലക്കാട് അതുപോലെ കോയമ്പത്തൂർ, പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ് ഏത് ബന്ധിപ്പിക്കുന്നത്? പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ദക്ഷിണ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് കാലാവസ്ഥയെ ഈ പാലക്കാട് ചുരം ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ? കേരളത്തിലെ കാലാവസ്ഥയെ അല്ലെങ്കിൽ ദക്ഷിണ ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് അത് തന്നെ ഒരു ചോദ്യമാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ചുരം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ പാലക്കാട് ചുരമാണ്. ഈ പാലക്കാട് ചുരം വഴി വരുന്ന ഉഷ്ണക്കാറ്റ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ. ബോർഡ് നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ബോർഡ് നായ്ക്കന്നൂരിലെ NH85 നമ്മൾ പറഞ്ഞു. NH85 പറഞ്ഞു. ഇടുക്കി മധുര അല്ലേ, ഇടുക്കി അതുപോലെ മധുര എന്നീ സ്ഥലങ്ങളെയാണ് ബോർഡ് നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് അല്ലേ. ബോർഡ് നായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുരയാണ്. അടുത്ത ആര്യങ്കാവ് ചുരം നമ്മൾ പറഞ്ഞു NH744 ആര്യങ്കാവ് ചുരം. എഴുതി പഠിക്കുക അറിഞ്ഞാത്തവര്. ഓക്കെ, ഏതൊക്കെ സ്ഥലങ്ങളാണ്ടാ? ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂര് അതുപോലെ തന്നെ ചെങ്കോട്ട എന്നീ സ്ഥലങ്ങളെയാണ് ഏത് ചുരം ബന്ധിപ്പിക്കുന്നത്? ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത്. പുനലൂർ, ചെങ്കോട്ട എന്നീ സ്ഥലങ്ങളെയാണ് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത്. വയനാട് ചുരം നമ്മൾ പറഞ്ഞു. വയനാട് ചുരത്തില് 766 വയനാട് ചുരത്തിന് വേറെന്തെങ്കിലും പേരുണ്ടോ? വയനാട് ചുരമാണ് താമരശ്ശേരി ചുരം എന്നറിയപ്പെടുന്നത് കേട്ടോ. താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം നിങ്ങൾ ഇവിടെ കേട്ടുണ്ടോ ഈ പേര്? താമരശ്ശേരി ചുരം നിങ്ങൾ ഈ PSC ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് അല്ലേ, നമ്മുടെ താമരശ്ശേരി ചുരം. പപ്പു അത് തന്നെയാണ്. നമ്മുടെ മറ്റേ ഏത് സിനിമയിലുണ്ടാ, നമ്മുടെ വെള്ളാനകളുടെ നാടില് മറ്റേ ഇത് ശരിയാക്കാൻ, റോളർ ശരിയാക്കാൻ വേണ്ടിയിട്ട് പപ്പുവിനെ കൊണ്ടുവരുമ്പോ പപ്പു കഥ പറയുന്നതാണ്. അത് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ.
അപ്പൊ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്ട? പേര് വയനാട് ചുരം എന്നാണെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള് കോഴിക്കോട് വയനാടാണ് കേട്ടോ. കോഴിക്കോട് വയനാട് എന്നീ സ്ഥലങ്ങളെയാണ് ഈ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ നമ്മുടെ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നോക്കി വെച്ചിരിക്കുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് കുട്ടികളെ? നീണ്ടകരയാണ് അല്ലെ? നീണ്ടകര. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ഏത്? നീണ്ടകര. നീണ്ടകരയുടെ പഴയ പേരെന്താണ്? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നീണ്ടകരയുടെ പഴയ പേരെന്താണ്? നീണ്ടകരയുടെ പഴയ പേര് നെൽക്കിണ്ട എന്നാണ് കേട്ടോ. നെൽക്കിണ്ട എന്നതാണ് നീണ്ടകരയുടെ പഴയ പേര്. ഈ നീണ്ടകരയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഏത് രാജ്യവുമായി സഹകരിച്ചിട്ടുള്ള പ്രോജക്റ്റ് ആണ്? ഇന്ത്യയും ഏത് രാജ്യം? ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് അല്ല, തെറ്റിക്കരുത് പിള്ളേരെ. ഇൻഡോ നോർവീജിയൻ കേട്ടോ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് ആണ് കേട്ടോ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് ആണ് എവിടെ ഉള്ളത്? നീണ്ടകരയിലുള്ളത്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ്. നിങ്ങൾ പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് പ്രോജക്റ്റ് ഇൻഡോസിസ് പ്രോജക്റ്റ് എവിടെയാണ്? കുട്ടികളെ? അത് മാട്ടുപ്പെട്ടിയിലാണ് കേട്ടോ. അത് മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാട്ടുപ്പെട്ടിയിലുള്ള പ്രോജക്റ്റ് ആണ് ഇൻഡോസിസ് പ്രോജക്റ്റ്. മനസ്സിലായ? മാട്ടുപ്പെട്ടി ഇടുക്കി. അപ്പം മാട്ടുപ്പെട്ടിയിലുള്ളത് ഇൻഡോസിസ് പ്രോജക്റ്റും നീണ്ടകരയിലുള്ളത് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റുമാണ്. ഈ നീണ്ടകരയ്ക്ക് വീണ്ടും ചോദ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്ടാ? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് ഏത്? നീണ്ടകര എന്ന് പറയുന്നത്. മനസ്സിലായ? കേരളത്തിൽ എത്ര മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട്? ആർക്ക് പറയാം? കേരളത്തിൽ എത്ര മത്സ്യബന്ധന ഗ്രാമങ്ങൾ? പ്രീവിയസ് ചോദ്യങ്ങളാണിതെല്ലാം. ഞാനിത് പലപ്പോഴും പറഞ്ഞത് 111 അല്ല പിള്ളേർ. എത്ര തവണ നിങ്ങൾക്ക് പറയുന്നതാ? കേരളത്തിലെ മത്സ്യബന്ധന ഗ്രാമങ്ങൾ 222 കേരളത്തിലെ മത്സ്യബന്ധന ഗ്രാമങ്ങൾ എത്രയാണ്ടാ? 222 കേട്ടോ. 222 കേരളത്തിലെ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. അതിൽ 113 ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളാണ്. 113 ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളാണ്. 113 പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 113 ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങൾ, ടോട്ടൽ 222 പിന്നെ പറയുകയാണെങ്കിൽ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുട്ടികളെ? ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങിയാണ് ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. എറണാകുളം ജില്ലയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ക്വസ്റ്റ്യന് മനസ്സിലായി നിങ്ങൾക്ക്. അടുത്ത ചോദ്യം, ഇവയിൽ പമ്പാ നദിയിൽ നടക്കുന്ന വള്ളം കളികൾ ഏതെല്ലാം? കണ്ടുപിടിച്ചേ. പമ്പാ നദിയിൽ നടക്കുന്ന വള്ളം കളികൾ ഏതൊക്കെ? ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. നോക്കടാ. ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പാ നദിയിലാണോ? ആണ്. ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പാ നദിയിലാണ്. അടുത്ത് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി പമ്പാ നദിയിലാണോ? അല്ല. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി വരുന്നത് എവിടെയാണ് കുട്ടികളെ? അത് അഷ്ടമുടിക്കായലിലാണ് കേട്ടോ. അഷ്ടമുടിക്കായലിലാണ് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി വരുന്നത്. അഷ്ടമുടിക്കായലിലാണ്. ഓക്കെ, അപ്പൊ അതില്ല. അടുത്ത് പായിപ്പാട് വള്ളംകളി പമ്പാ നദിയിലാണോ? പായിപ്പാട് വള്ളംകളി ആണോ? അല്ല. പായിപ്പാട് വള്ളംകളി പമ്പാ നദിയിലല്ല. പക്ഷെ എവിടെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? പമ്പയുടെ ഒരു പോർഷൻ നദി തന്നെയാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പായിപ്പാട് നദി എന്ന് പറയാൻ പറ്റുമോ? പായിപ്പാട് നദിയാണോ? ആ സ്ഥലത്തിൽ ആ പേരിലാണ് അറിയപ്പെടുന്നത്. ആർക്കെങ്കിലും അറിയോ? അച്ചൻകോവിലാറാണ്.
അച്ചൻകോവിലാറാണ് കേട്ടോ. അച്ചൻകോവിലാറാണ്. പായിപ്പാട് വള്ളംകളി, അത് മറക്കരുത്. പായിപ്പാട് വള്ളംകളി അച്ചൻകോവിലാറാണ് കേട്ടോ. അച്ചൻകോവിലാറിലാണ് പായിപ്പാട് വള്ളംകളി. അച്ചൻകോവിലാറിലാണ് പായിപ്പാട് വള്ളംകളി നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുമല്ല. അടുത്ത ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നമുക്ക് എല്ലാവർക്കും അറിയാം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഏതിലാണ്? പമ്പാ നദിയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വരുന്നത്. പമ്പാ നദിയിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെഹ്റു ട്രോഫിയോ? നെഹ്റു ട്രോഫി, നെഹ്റു ട്രോഫി, നെഹ്റു ട്രോഫി, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന നെഹ്റു ട്രോഫി. ആ നെഹ്റു ട്രോഫി പുന്നമടക്കായൽ അല്ലേ? നെഹ്റു ട്രോഫി പുന്നമടക്കായലാണ്. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ട്രോഫി, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ളത് കന്നേറ്റി കായലിലാണ്. കന്നേറ്റി കായൽ, കന്നേറ്റി കായലിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അയ്യങ്കാളി ട്രോഫി, അയ്യങ്കാളി ട്രോഫി, അയ്യങ്കാളി ട്രോഫി, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് വെള്ളായണിയിലാണ്. വെള്ളായണിയിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി. വെള്ളായണിയിലാണ് കേട്ടോ. വെള്ളായണി കായലിലാണ്, വെള്ളായണി കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും ഓർത്ത് വെച്ചോണം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ചമ്പക്കുളം മൂലം വള്ളംകളി പമ്പാ നദിയിലാണ്. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടി കായലിലാണ്. പായിപ്പാട് വള്ളംകളി അത് അച്ചൻകോവിലാറിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും പമ്പാ നദിയിലാണ്. നെഹ്റു ട്രോഫി പുന്നമടക്കായലിലും ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി കായലിലും അയ്യങ്കാളി ട്രോഫി വെള്ളായണിയിലുമാണ്. ഓർത്തിരിക്കുക, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോടാ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാണ്? ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ ഉദ്യാനമാണ് ഏത് കുട്ടികളെ? കുറിഞ്ഞിമല. ഏതാണ്? കുറിഞ്ഞിമല അല്ലേ? കുറിഞ്ഞിമല. കുറിഞ്ഞിമല, കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാഞ്ചുറി. കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാഞ്ചുറി എവിടെയാണ്? ഏത് ജില്ലയിലാണ്? കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഓക്കെ, ക്ലിയർ ആണ്. അത് ഏത് വർഷമാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിച്ചത്? 2006 പ്രഖ്യാപിച്ചത്. 2006 പ്രഖ്യാപിച്ചത്. ഓക്കെ, അവിടെ എന്തിനെയാണ് സംരക്ഷിക്കുന്നത്? കുറിഞ്ഞിമലയിൽ എന്തിനെയാണ് സംരക്ഷിക്കുന്നത് കുട്ടികളെ? നീലക്കുറിഞ്ഞിയാണ് സംരക്ഷിക്കുന്നത് അല്ലേ? കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ നീലക്കുറിഞ്ഞിയാണ് സംരക്ഷിക്കുന്നത്. നീലക്കുറിഞ്ഞിയാണ് സംരക്ഷിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ചോദിക്കാൻ പോണത് എന്താണെന്നുള്ളത്. എന്തായിരിക്കും? അത് തന്നെയാണ് ശാസ്ത്രീയ നാമം. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്ടാ? നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന അല്ലെ? സ്ട്രോബിലാന്തസ് കുന്തിയാന. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നതാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. സ്ട്രോബിലാന്തസ് കുന്തിയാന. കുന്തി കുറിഞ്ഞി ഓർത്ത് വെച്ചിരുന്നു കേട്ടോ. സ്ട്രോബിലാന്തസ് കുന്തിയാന. ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു ചോദ്യമുണ്ട്, സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ചെന്തുരുണിയാണ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം കൂടെ ഒന്ന് പറഞ്ഞേ. ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നതാണ് ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, ചെന്തുരുണി ഏത് ജില്ലയിലാ? ഒരു മരത്തിന്റെ പേരിൽ, ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്ടാ? പിള്ളേരെ, അത് കരിമ്പുഴ വന്യജീവി സങ്കേതം. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അമരമ്പലം വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. അത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് അമരമ്പലം വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ശരി, അടുത്ത ചോദ്യം. അത്രയും സെറ്റ് അല്ലേ? ഒന്നുകൂടെ പറയണോ എന്തെങ്കിലും? അതിന് പോയിന്റ് ഔട്ട് ഉണ്ടോ പറഞ്ഞതില്? ഉണ്ടോടെ? ഇല്ലല്ലോ. ഓക്കെ. ആനമുടിയിൽ കണ്ടുമുട്ടാത്ത പശ്ചിമഘട്ട പർവ്വതനിര ഏതാണ്?
വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആനമുടി വരുന്നത് ഇടുക്കി ജില്ലയിലും അഗസ്ത്യമല വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ കുട്ടികളെ? ഇവിടെ പോയി. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അഗസ്ത്യമലയാണ് കേട്ടോ. അഗസ്ത്യമലയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ 3 കാര്യം പഠിച്ചോണം. അതായത് ആനമുടിയിൽ കൂടിച്ചേരുന്ന, നമുക്കറിയാം ഒരു ഈ കൊടുമുടി എന്ന് വെച്ചാൽ എന്താണ്? കൊടുമുടി എന്താ ഉദ്ദേശിക്കുന്നത്? കൊടുമുടി എന്ന് വെച്ച് കഴിഞ്ഞാല് കൊടുമുടി എന്ന് വെച്ചാൽ ഈ പർവ്വതങ്ങളിലെ ഉയരം കൂടിയ ഭാഗത്തെയാണ് നമ്മൾ കൊടുമുടി എന്ന് പറയുന്നത്, അല്ലേ? പർവ്വതം തന്നെയാണ് ഈ കൊടുമുടി എന്ന് പറയുന്നത്. അല്ലാതെ പർവ്വതം വേറെ കൊടുമുടി വേറെ ഒന്നുമല്ല. പർവ്വതങ്ങളിലെ ഉയരം കൂടിയ ഭാഗത്തെയാണ് നമ്മൾ പീക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കൊടുമുടി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ആനമുടിയിൽ പ്രധാനപ്പെട്ട 3 പർവ്വതങ്ങൾ അവിടെ കൂടിച്ചേരുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് കേട്ട് കഴിഞ്ഞാല് അവിടെ നോക്കാം. ആനമല, ഒന്ന് ഏതാ കുട്ടികളെ? ഒന്ന് ആനമല, 2 ഏലമല, 3 പളനിമല. ആനമലയും ഏലമലയും പളനിമലയും, ആനമല, ഏലമല, പളനിമല, ഈ 3 പർവ്വത നിരകൾ എവിടെ കണ്ടുമുട്ടു അല്ലെങ്കിൽ എവിടെ കൂടിച്ചേരുന്നുണ്ട്? ഈ പറയുന്ന ആനമുടിയിൽ കൂടിച്ചേരുന്നുണ്ട്. ആനമുടി നമുക്കറിയാം ഇടുക്കി ജില്ലയിലാണ്. അഗസ്ത്യമല തിരുവനന്തപുരം ജില്ലയിലാണ് അഗസ്ത്യമല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈസി ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം? അത് കാസർഗോഡാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ചൂണ്ടേലിന് ഒരു ആൻസർ തന്നെ. ചൂണ്ടേലിന് കാപ്പി ഗവേഷണ കേന്ദ്രം. ചൂണ്ടേലിന് കാപ്പി ഗവേഷണ കേന്ദ്രം. ഓക്കെ, ബാലരാമപുരത്തിന് ഒരു ആൻസർ തന്നെ. ഓഹോ, നെയ്ത്ത് പട്ടണം. ശരി, ആയിക്കോട്ടെ, അതും പറയാം. നെയ്ത്ത് പട്ടണം. ഉമ്മിണിത്തമ്പി പണി കഴിപ്പിച്ചു. വേറെ ഞാൻ ഈ ഗവേഷണം അത് തന്നെയാണ്. നാളികേരം, സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് കുട്ടികളെ? സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരത്താണ്. ബാലരാമപുരത്ത് കട്ടച്ചാൽ കുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തിരുവനന്തപുരത്ത് നല്ല ഫെമിലിയർ ആണ് കട്ടച്ചാൽ കുഴി. അവിടെ നമ്മുടെ നല്ല ചിക്കൻ പെരട്ട കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, തിരുവനന്തപുരത്ത് വന്നിട്ട് അറിയായിരിക്കും. ഓക്കെ, അവിടെയാണ് ഈ പറയുന്ന ഈ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ ഉണ്ട്. കുഴിപ്പള്ളം എന്ന സ്ഥലത്ത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ ഉണ്ട്. അറിയോ ആർക്കെങ്കിലും? കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഒരുപാട് ഇതൊക്കെയുള്ള ഫ്ലവേഴ്സും മറ്റുമൊക്കെ ഉള്ള വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ ഓർത്ത് വെച്ചോണം. അപ്പൊ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്താണെങ്കിൽ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം മനിലയോ? മനില ഫിലിപ്പീൻസ്. അത് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രമാണ് മനില ഫിലിപ്പീൻസ്. ഞാൻ ചോദിച്ചത് കേരളത്തിൽ തന്നെ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ഉണ്ട്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളത്താണ് കേട്ടോ. കായംകുളം. അതെ, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് കുട്ടികളെ? അത് കായംകുളമാണ് കേട്ടോ. കായംകുളത്താണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കായംകുളത്താണ്. സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം കട്ടച്ചാൽ കുഴിയിലാണ് കേട്ടോ. ബാലരാമപുരം കട്ടച്ചാൽ കുഴിയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഈ തോട്ടവിളക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? CPCRA എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് കേട്ടോ CPCRAയുടെ പൂർണ്ണരൂപം. മനസ്സിലായ? CPCRA എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം ആണ്. CPCRA എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് കേട്ടോ CPCRA. അതായത് തോട്ടവിള എന്ന് വെച്ചാൽ പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് കേട്ടോ. പ്ലാന്റേഷൻ ക്രോപ്സ് ആണ്. നമ്മൾ ഈ കിഴങ്ങ് വിള, നമുക്ക് ശ്രീകാര്യത്ത് നമുക്ക് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമുണ്ട്. കിഴങ്ങ് വിളയെ നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? കിഴങ്ങ് വിളയെ ട്യൂബർ ക്രോപ്സ് എന്നാ പറയുന്നത്. ട്യൂബർ ക്രോപ്സ് എന്നാ പറയുന്നത് കേട്ടോ. കിഴങ്ങ് വിളയെ ട്യൂബർ ക്രോപ്സ് എന്നും തോട്ടവിളയെ പ്ലാന്റേഷൻ ക്രോപ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. പ്ലാന്റേഷൻ ക്രോപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. കേരളത്തിലെ കടൽ തീരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആരുടെ മൈക്ക് ഓണാണ്? ഓക്കെ, എല്ലാവരും തിരഞ്ഞെടുത്തോടെ. ഏതൊക്കെയാണോ എല്ലാവർക്കും ആൻസർ?
എ വന്നത് ഏറ്റവും ഒന്നാമത്തെ നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. നമുക്ക് നോക്കാം, ഈ സാവകാശം നോക്കാം. ശരിയായവയാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. ശരിയല്ലേടേ? ശരിയാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലമാണ്. ശരിയാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്കാണ് തലശ്ശേരി. അല്ല. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് തലശ്ശേരിയല്ല, അത് ചേർത്തലയാണ് കേട്ടോ. ചേർത്തലയാണ്. നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക്. അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. ഓക്കെ, നമുക്കപ്പോ ഒന്നാമത്തെ ശരിയെന്ന് അറിഞ്ഞപ്പോ തന്നെ നമുക്ക് ഏത് വെട്ടിക്കളയാം? എ ഓപ്ഷൻ വെട്ടിക്കളയാം. രണ്ടാമത്തെ തെറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏത് വെട്ടിക്കളയാം? സിയും വെട്ടിക്കളയാം, ബിയും വെട്ടിക്കളയാം. ഇങ്ങനെയാണ് നമ്മൾ വെട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ ആണ് കടൽത്തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ. കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട്? കേരളത്തിൽ 6 കോർപ്പറേഷൻ ഉള്ളതില് കടൽത്തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ അത് ഏതാണ്ടാ? അത് തൃശ്ശൂരാണ്. അടുത്ത് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. ഏത് ജില്ലയിൽ എന്നറിയാവോ? മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂർ ജില്ലയിലാണ്. ഈ മുഴുപ്പിലങ്ങാട് ബീച്ചിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് വേറൊരു പ്രത്യേകത ഉള്ളത്? ഡ്രൈവ് ഇൻ ബീച്ചാണ്. ഡ്രൈവ് ഇൻ ബീച്ചാണ്. വാട്ട് ഈസ് ഡ്രൈവ് ഇൻ ബീച്ച് എന്താ ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് വെച്ചാൽ എന്താ പിള്ളേരെ? നമുക്ക് ആ ബീച്ചിലൂടെ നമുക്ക് വണ്ടി ഓടിക്കാം, അത്രേ ഉള്ളൂ. മനസ്സിലായ? വണ്ടിയൊക്കെ ഓടിച്ച് പോവാം. നിങ്ങൾ അവിടെ കണ്ണൂര് ആരെങ്കിലും ഉണ്ടല്ലോ? എവിടെ നമ്മളെ കൃഷ്ണേന്ദൊക്കെ എവിടെ? കൃഷ്ണേന്ദ പോയിട്ടുണ്ടാ വണ്ടി ഓടിക്കാൻ ബീച്ചില്? എനിക്ക് അടുത്താണ്. അതിന് വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ടാന്ന്? വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഏത് വണ്ടി ഓടിച്ചത്? സ്കൂട്ടിയാണ്. നമുക്ക് ഇവിടെയുള്ള ബീച്ചിന്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് പാർക്കിംഗ്. നമ്മളുടെ പാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ നടന്ന് വെള്ളഞ്ഞൊക്കെയാണ് അവിടെ പോണത്. നിങ്ങൾക്ക് വണ്ടി അടിച്ചു പോവാം, ഭാഗ്യം തന്നെ. ഓക്കെ, കണ്ണൂരുകാരൊരു ഭാഗ്യം. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാ പിള്ളേരെ? ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഇടനാടാണോ മലനാടാണോ? പിള്ളേരെ ഇടനാടാണ് കേട്ടോ. ഇടനാട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇടനാടില്ല നിങ്ങളൊരു പോയിന്റ് ഞാൻ എപ്പോഴും പറയണത്, നിങ്ങൾ ഓർത്ത് വെച്ചോണേ. നമുക്കത് ഡിഗ്രി ലെവൽ മുതൽ താഴോട്ടുള്ള എല്ലാ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചെറുകുന്നുകൾ കാണപ്പെടുന്ന പ്രദേശം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ അതും ഇടനാടാണ്. ചെറിയ കുന്നുകൾ കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടനാടാണ്. ഇനി അതുപോലെ മലനാടിന് 2 ചോദ്യങ്ങൾ പറഞ്ഞുതരാം. വനപ്രദേശം, കേരളത്തിലെ വനപ്രദേശം കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് മലനാടിലാണ് കേട്ടോ. വനപ്രദേശം കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് മലനാടിലാണ്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ പ്രധാന നദികൾ ഉത്ഭവിക്കുന്നത് അത് ഏതിലാണ്ട? അത് മലനാടിലാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഇടനാടാണ്. ചെറുകുന്നുകൾ കാണപ്പെടുന്നതും ഇടനാടിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വനപ്രദേശം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മലനാടിലും, അതുപോലെ തന്നെ പ്രധാന നദികൾ ഉത്ഭവിക്കുന്നതും ഏതാണ്? അത് മലനാടിലാണ് കേട്ടോ. മലനാട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പെരുമ്പളം ദ്വീപ് ഏത് ജില്ലയിലാണ്? പെരുമ്പളം ദ്വീപ് നമ്മളെ വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് പെരുമ്പളം ദ്വീപ് ഏത് ജില്ലയിലാണ്? പെരുമ്പളം ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. പെരുമ്പളം ദ്വീപ് കേട്ടോ വളരെ. ആലപ്പുഴ ജില്ലയിലാണ് പെരുമ്പളം ദ്വീപ്. ഓക്കെ, തെറ്റിക്കല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. എറണാകുളത്തുള്ള ദ്വീപുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പിൻ എറണാകുളത്തുള്ള ഒരു ദ്വീപാണ്. അതുപോലെ തന്നെ വെല്ലിംഗ്ടൺ എറണാകുളത്തുള്ള ഒരു ദ്വീപാണ്. അതുപോലെ തന്നെ കടമക്കുടി എറണാകുളത്തുള്ള ദ്വീപാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ. വൈപ്പിൻ, വെല്ലിംഗ്ടൺ, കടമക്കുടി ഇതൊക്കെ എറണാകുളത്താണ്. പെരുമ്പളവും അതുപോലെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ദ്വീപുണ്ട്. ഒരു ദ്വീപ് നമ്മളെ വേലുത്തമ്പി ദളവ കൃഷിയോഗ്യമാക്കി മാറ്റിയ ഒരു ദ്വീപ് ഏതാണ്? പാതിരാമണൽ ദ്വീപ്. അതിന് പെരുമ്പളവും
പാതിരാമണൽ ദ്വീപും, പാതിരാമണൽ ദ്വീപിന്റെ പഴയ പേരാണ് ഈ അനന്തപത്മനാഭൻ തോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാമണൽ ദ്വീപിന്റെ പഴയ പേരാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആ സ്ഥലത്തെ, ആ പാതിരാമണൽ എന്ന് പറയുന്ന സ്ഥലത്തെ കൃഷിയോഗ്യമാക്കി മാറ്റിയത് നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. ഇത് ആലപ്പുഴയിലാണ്. പെരുമ്പളം ദ്വീപും അതുപോലെ പാതിരാമണൽ ദ്വീപും ആലപ്പുഴയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കുമരകം, കുമരകം എവിടെയാണ്? കുമരകം, 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 കുമരകം എവിടെയുള്ളത്? കുമരകം കോട്ടയം ജില്ലയിലാണ്. കുമരകം കോട്ടയം ജില്ലയിലാണ്. കുമരകം കോട്ടയം ജില്ലയിലാണ്. ഓക്കെ, മൺട്രോ തുരുത്ത് എവിടെയാണ്? മൺട്രോ തുരുത്ത്, മൺട്രോ തുരുത്ത് എവിടെയാ? മൺട്രോ തുരുത്ത്, മൺട്രോ തുരുത്ത്, മൺട്രോ തുരുത്ത് അത് ഈസിയാണ്. മൺട്രോ തുരുത്ത് കൊല്ലം ജില്ലയിലാണ്. മൺട്രോ തുരുത്ത് അഷ്ടമുടി കായലിലാണ്. ഓക്കെ, ധർമ്മടം, ധർമ്മടം, ധർമ്മടം എവിടെയാണ്? ധർമ്മടം ഒരു ദ്വീപാണ്. ധർമ്മടം കണ്ണൂരാണ്. ധർമ്മടം കണ്ണൂർ ജില്ലയിലുള്ള ഒരു ദ്വീപാണ് ധർമ്മടം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. കണ്ണൂർ ജില്ലയിലുള്ള ഒരു ദ്വീപാണ് ധർമ്മടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. ക്ലിയർ ആണ്. അടുത്ത ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തമ്മിലുള്ള ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തമ്മിലുള്ള ശരിയായ ജോഡി ഒന്ന് പെട്ടെന്ന് തിരഞ്ഞെടുത്തേടാ. ചെങ്കുളം ഇടുക്കി ശരിയാണോ തെറ്റാണോ? ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഇടുക്കി ശരിയാണ്. ഓക്കെ, നമുക്ക് ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ കളയാം. സിയും വെട്ടിക്കളയാം, ഡിയും വെട്ടിക്കളയാം. കാരണം അവിടെ എന്തില്ല? അവിടെ നമുക്ക് ഒന്നില്ല. കല്ലട പത്തനംതിട്ടയിലാണ് കൊടുത്തിരുന്നത്. കല്ലട പത്തനംതിട്ടയിലാണോ? അല്ല, കല്ലട രണ്ടാമത്തെ തെറ്റാണ് പിള്ളേരെ. കല്ലട ഇടുക്കി, സോറി, കൊല്ലം ജില്ലയിലാണ് അല്ലെ? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ്. കല്ലട കൊല്ലം. ഓക്കെ, പഴശ്ശി സാഗർ, അതായത് പഴശ്ശി ഡാം വയനാട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിയോ തെറ്റോ? പഴശ്ശി ഡാം വയനാടല്ല. പഴശ്ശി ഡാം കണ്ണൂരാണ്. കണ്ണൂരാണ്. പഴശ്ശി ഡാം കണ്ണൂരാണ്. തെറ്റിക്കാതെ പിള്ളേരെ, പഴശ്ശി ഡാം കണ്ണൂരാണ്. പഴശ്ശി ഡാം കണ്ണൂര് വളപട്ടണം പുഴയിലാണ്. ഓക്കെ, ക്ലിയർ ആണ്. പെരിങ്ങൽകുത്ത് ഇടുക്കി എന്നാ കൊടുത്തിരിക്കുന്നത്. ശരിയോ തെറ്റോ? പെരിങ്ങൽകുത്ത് ഇടുക്കി അല്ല, അത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏത് 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 നദിയിലാ പെരിങ്ങൽകുത്ത്? തൃശ്ശൂരില് ചാലക്കുടി അല്ലേ? ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് നമുക്ക് ഈ മൂന്നാമത്തെ കിട്ടിയപ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞു. കാരണം മൂന്നാമത്തെ തെറ്റാകുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ വെട്ടിക്കളയാം. അങ്ങനെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇങ്ങനെ വെട്ടി ചെയ്യാനൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ആൻസർ എ. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ സ്വതന്ത്ര ഭാരതം, ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് അറിഞ്ഞുവാത്ത ഇത് നോട്ട് ചെയ്ത് പഠിച്ചോണം. നിങ്ങൾക്ക് വീണ്ടും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക ഏതുമായി? കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കീഴറിയൂർ ബോംബ് കേസ് ഏതെങ്കിലും ഒരു ദേശീയ സമരമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? അവിടെ കീഴറിയൂർ ബോംബ് കേസിന് ഏതെങ്കിലും ഒരു ദേശീയ സമരവുമായി ബന്ധമുണ്ടോ? യെസ്, അത് തന്നെയാണ് ചോദ്യം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണ് കീഴറിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഏത് വർഷമായിരിക്കും നടന്നത്? 1942 തന്നെയാണ് നടന്നത്. ഏത് ജില്ലയിലാണ് നടന്നത്? ഏത് ജില്ലയിലാണ്ടാ? കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. ഓക്കെ, നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരെന്താ? നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് KB മേനോൻ എന്നാണ്. KB മേനോൻ എന്നാണ് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര്. KB മേനോൻ. എന്താ കുട്ടികളെ? KB മേനോൻ എന്നാണ് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര്. അപ്പൊ സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക കീഴറിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണല്ലോ. അടുത്ത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തേ. ശരിയായ ജോഡി. ഇത്ര സമയമൊക്കെ വേണോ? ഇത്രയും സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ അത്? നോക്കാം. എന്റെ നാട് കടത്തൽ രാമകൃഷ്ണപിള്ള ശരിയോ തെറ്റോ? എന്റെ നാട് കടത്തൽ രാമകൃഷ്ണപിള്ള ശരി. ഓക്കെ. പ്രാചീന മലയാളം ശ്രീനാരായണ ഗുരു ശരിയോ തെറ്റോ?
തെറ്റ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ് അല്ലേ? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ക്ലിയർ ആണ്. അഖിലത്തിരുട്ട് അയ്യങ്കാളി ശരിയോ തെറ്റോ? അഖിലത്തിരുട്ട് അയ്യങ്കാളി തെറ്റാണ്. അഖിലത്തിരുട്ട് ആരാണ്ടാ? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ. വേദാന്ത സാരം വാക്ഫടാനന്ദൻ ശരിയോ തെറ്റോ? തെറ്റാണ്. എങ്കിൽ വേദാന്ത സാരം എഴുതിയത് ആരാണ്? വേദാന്ത സാരം എഴുതിയതും ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാന്ത സാരം. ഓക്കെ, അതായത് ഇവിടെ ശരിയായ ജോഡി ഒരെണ്ണം മാത്രം, എ ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പിന്റെ രൂപീകരണത്തിന് തുടക്കമിട്ട ദിവാൻ ആരാണ്? തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പിന്റെ രൂപീകരണത്തിന് തുടക്കമിട്ട ദിവാൻ ആരാണ്? തൊഴിൽ വകുപ്പിന്റെ രൂപീകരണം, ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ രൂപീകരണത്തിന് തുടക്കമിട്ട ദിവാൻ ആരാണ്? കിട്ടിയോ? ഞാൻ വേണേ ഒന്ന് സഹായിച്ചു തരാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം നടന്നത് 39 മുതൽ 45 വരെയാണ്. അതായത് 46-ലാണ് തൊഴിൽ വകുപ്പ് ആരംഭിക്കുന്നത്. 46-ൽ ആരുടെ ഇവിടുത്തെ ദിവാൻ? പഠിച്ചോണം, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പഠിച്ചോണം. ഇതൊരു പ്രീവിയസ് ചോദ്യം അതുപോലെ തന്നെ വന്നിരിക്കുന്നതാണ്. തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പിന്റെ രൂപീകരണത്തിന് തുടക്കം കൊടുത്ത ആരെന്ന് ഇട്ട് കഴിഞ്ഞാല് CP രാമസ്വാമി അയ്യറാണ്. CP രാമസ്വാമി അയ്യറാണ് തൊഴിൽ വകുപ്പിന് രൂപം നൽകിയത്. അത് 1946-ലാണ് തൊഴിൽ വകുപ്പിന് രൂപം നൽകിയത്. 1946. ഓക്കെ. അടുത്ത തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരത്തിനാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പെട്ടെന്നൊന്ന് പറഞ്ഞിടാ. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. ഡേറ്റ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പുന്നപ്ര വയലാർ സമരം നടന്ന ഡേറ്റ് ഒക്ടോബർ 24 മുതൽ 27 വരെ. ഒക്ടോബർ 24 മുതൽ 27 വരെ. ഏത് ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല? പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ആലപ്പുഴ ജില്ലയിലാണ്. ക്ലിയർ ആണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഓക്കെ, ക്ലിയർ ആണ്. അതായത് ആർക്കെതിരെയായിരുന്നു ഈ പുന്നപ്ര വയലാർ സമരം നടന്നത്? മുകളിൽ നമ്മൾ പറഞ്ഞ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെയായിരുന്നു നമ്മുടെ 1946 ഒക്ടോബർ മാസം 24-ാം തീയതി മുതൽ 27-ാം തീയതി വരെ തുലാം 10 സമരം എന്നറിയപ്പെടുന്ന പുന്നപ്ര വയലാർ സമരം നടന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ നമ്മുടെ SCRT തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പുന്നപ്ര വയലാർ സമരത്തോടെ അനുബന്ധിച്ച് ഒരു നോവല്, ഉലക്ക എന്ന നോവൽ എഴുതിയ ആരാണ്? പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ചുള്ള ഉലക്ക എന്ന നോവൽ എഴുതിയത് P. കേശവദേവാണ് കേട്ടോ. ഉലക്ക എന്ന നോവൽ എഴുതിയത് P. കേശവദേവ. SCRT പറയുന്ന പോയിന്റ് ആണ് കേട്ടോ. P. കേശവദേവാണ് ഉലക്ക എന്ന നോവൽ എഴുതിയത് കേട്ടോ. ഉലക്ക എന്ന നോവൽ എഴുതിയത് P. കേശവദേവാണ്. ഓക്കെ, ഇത്രയും കാര്യം ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ SCRT-യില് തലയോട് തകഴി നമ്മളത് കണക്ട് വെച്ചിട്ടുണ്ട്. തലയോട് തകഴി കേട്ടോ. തലയോട് തകഴിയാണ് കേട്ടോ. തലയോടാണ് തകഴിയിടത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. പട്ടിണി ജാഥ നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? പട്ടിണി ജാഥ നടന്നത് AK ഗോപാലൻ, ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ എന്ന AKG. ഓക്കെ, AKGയുടെ നേതൃത്വത്തിലാണ് പട്ടിണി ജാഥ നടന്നത്. വർഷം പറഞ്ഞേ, പട്ടിണി ജാഥ ഏത് വർഷം? 1936. എവിടം മുതൽ എവിടം വരെയായിരുന്നു പട്ടിണി ജാഥ? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. പട്ടിണി ജാഥ AKG 1930 കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ഓക്കെ,
ക്ലിയർ ആണ്. അതുപോലെ നമുക്ക് പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ് യാചനായാത്ര. യാചനായാത്രയൊക്കെ നമുക്ക് എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ്. യാചനായാത്ര ഏത് വർഷം? യാചനായാത്ര ഏത് വർഷോടാ? വർഷം പറ. യാചനായാത്ര 1931 ആരാണ് നേതൃത്വം കൊടുത്തത്? VT ഭട്ടതിരിപ്പാടാണ് നേതൃത്വം കൊടുത്തത്. VT ഭട്ടതിരിപ്പാടാണ് നേതൃത്വം കൊടുത്തത്. ഓക്കെ, എവിടം മുതൽ എവിടം വരെ? VT ഭട്ടതിരിപ്പാടിന്റെ തൃശ്ശൂര് മുതല് ചന്ദ്രഗിരി പുഴ വരെ. തൃശ്ശൂര് മുതല് ചന്ദ്രഗിരി പുഴ വരെ. തൃശ്ശൂര് മുതല് ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനയാത്ര നടന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതൊക്കെ റിവിഷൻ ആണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പോയിന്റ്സ് ആണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അറിയാവുന്നത് ഓർത്ത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കമന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാലും മതി. ഓക്കെ, നിങ്ങൾ പറഞ്ഞ് എനിക്ക് കേൾക്കാം. ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ അത്രയും ക്ലിയർ ആണ്. 56-ാമത്തെ ചോദ്യം ചെയ്തേ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക, അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്ന് കണ്ടെത്തിയേ. കണ്ടെത്തിയില്ല ആരും? നോക്കാം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് 1941 ജനുവരി 26. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് 1941 ജനുവരി 26. ശരിയോ തെറ്റോ? പിള്ളേരെ ശരിയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ ശരിയായതുകൊണ്ട് തന്നെ നമുക്ക് 2 എണ്ണത്തെ കളയാം. എയും കളയുന്നു, സിയും കളയുന്നു. ഓക്കെ, എയും സിയും നമുക്ക് വെട്ടി കളയാം. ക്ലിയർ ആണ്, കാരണം അവിടെ ഒന്നില്ലല്ലോ. അടുത്ത്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകർ എസ് നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകർ എസ് നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ശരിയോ തെറ്റോ? പിള്ളേരെ ശരി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ AFW ഡിക്സൺ. അതും ശരി. പഠിക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകളാണ്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ശരിയോ തെറ്റോ? ശരിയാണ്. 4 പോയിന്റുകളും 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പക്ഷേ നിങ്ങൾ അത് പറഞ്ഞ് വെറുതെ പോവരുത്. കാരണം ഈ പഠിക്കണം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 1941 ജനുവരി 26. നേതൃത്വം കൊടുത്തത് എസ് നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ AFW ഡിക്സൺ. കൊച്ചിയിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നേതൃത്വം നൽകിയ സംഘടന കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണ്. കിട്ടിയെങ്കിൽ വിശ്വസിക്കുന്നു. പോയിന്റുകൾ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. 1661 സാമൂതിരിയുമായി അഴീക്കോട് സന്ധി ഒപ്പുവെച്ച വൈദേശിക ശക്തി. 61 സാമൂതിരിയുമായി അഴീക്കോട് സന്ധി ഒപ്പുവെച്ച വൈദേശിക ശക്തി ഏതാണ്? 61 സാമൂതിരി, കോഴിക്കോട്. ഓക്കെ, ഡച്ചുകാരാണ്. ഡച്ചുകാരാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടെങ്കിൽ പഠിച്ചോണം. 1661 സാമൂതിരിയുമായിട്ട് അഴീക്കോട് സന്ധി ഒപ്പുവെച്ച വൈദേശിക ശക്തി ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ ഡച്ചുകാരാണ്. 1661 സങ്കരവാസ സങ്കേതങ്ങൾ. ഇതും പ്രീവിയസ് ചോദ്യമാണ്. സങ്കരവാസ സങ്കേതങ്ങൾ എന്ന ആശയം നടപ്പിലാക്കിയത് ആരാണ്? ഇതൊക്കെ ശരിയാക്കുന്നവരാണ് ഇന്ന് മുന്നോട്ട് പോകാൻ പോകുന്നത്. സങ്കരവാസ സങ്കേതങ്ങൾ അൽബുക്കർക്ക്. പ്രീവിയസ് ചോദ്യമാണ്, അറിഞ്ഞുണ്ടെങ്കിൽ പഠിക്കുക. അൽബുക്കർക്ക് സങ്കരവാസ സങ്കേതങ്ങൾ എന്ന ആശയം നടപ്പിലാക്കിയത് ആരാണ് കുട്ടികളെ? അൽബുക്കർക്കാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മിക്സ്ഡ് കോളനി അതിനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത്, കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗം പങ്കെടുക്കാൻ തുടങ്ങിയ സമരം ഏതാണ്? കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗം പങ്കെടുക്കാൻ തുടങ്ങിയ സമരം ഏതാ പിള്ളേരെ? ഓപ്ഷൻ എ വൈദ്യുതി പ്രക്ഷോഭമാണ്. വൈദ്യുതി പ്രക്ഷോഭം. കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗം പങ്കെടുക്കാൻ തുടങ്ങിയത് വൈദ്യുതി പ്രക്ഷോഭം. വർഷം പറഞ്ഞേ. വൈദ്യുതി പ്രക്ഷോഭം അല്ലെങ്കിൽ വൈദ്യുതി സമരം 1936. ജില്ലയും കൂടെ പറഞ്ഞേ.
36 തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ വൈദ്യുത സമരം 1936 തൃശ്ശൂർ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചേരുംപടി ചേർക്കുക. 1 ചേരുംപടി ചേർത്തേ. സ്വാതി തിരുനാള്, ഗൗരി പാർവതി ഭായ്, ഗൗരി ലക്ഷ്മി ഭായ്, സേതു ലക്ഷ്മി ഭായ്, അടിമത്ത നിരോധനം, മരുമക്കത്തായ നിരോധനം, ശുചീന്ദ്രൻ കൈമുക്ക് നിരോധനം, നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം. ഓക്കെ, നോക്കാം. ഈ പറയുന്നതിൽ സ്വാതി തിരുനാളുമായി ബന്ധമുള്ള പോയിന്റ് ഏതാണ്? സ്വാതി തിരുനാളുമായി ബന്ധമുള്ള പോയിന്റ് ഏതാണ്? ശുചീന്ദ്രൻ കൈമുക്ക് നിരോധനം, അതായത് 1C ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് 1C ഉള്ള ഓപ്ഷൻ മാത്രം ഇനി വെച്ചിരുന്നാൽ മതി, ബാക്കി നമുക്ക് കളയാം. സിയും ഡിയും നമ്മൾ വെട്ടിക്കളഞ്ഞു. ഒന്നുകിൽ എ അല്ലെങ്കിൽ ഒന്നുകിൽ ബി ആണ് ആൻസർ. ഗൗരി പാർവതി ഭായുമായി ബന്ധമുള്ളത് എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം അല്ലേ? പ്രാഥമിക വിദ്യാഭ്യാസം, അതായത് 2D വരും. 2D. അപ്പൊ 1Cയും 2Dയും 1Cയും 2Dയും ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? 2 പോയിന്റ് നോക്കിയാൽ മതി. 2 പോയിന്റ് നമുക്ക് ഉത്തരം കിട്ടി. ബാക്കിയോടെ നോക്കാം. ഗൗരി ലക്ഷ്മി ഭായ് എന്താ ചെയ്തേ? അടിമത്ത നിരോധനം അല്ലേ? അടിമത്ത നിരോധനം നടത്തിയത് ഗൗരി ലക്ഷ്മി ഭായിയാണ്. 1812 അടിമത്ത നിരോധനം ലക്ഷ്മി ഭായ്. അപ്പൊ എ വരും. സേതു ലക്ഷ്മി ഭായ് നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞു എന്താണ്? മരുമക്കത്തായ നിരോധനം സേതു ലക്ഷ്മി ഭായി ആണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി വരും. അപ്പം 1C 2D 3A 4B ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മരുമക്കത്തായ നിരോധനം സേതുലക്ഷ്മി ഭായി ആണ്. അടിമത്ത നിരോധനം ഗൗരി ലക്ഷ്മി ഭായി ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഗൗരി പാർവതി ഭായി ആണ്. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്ട? സ്വാതി തിരുനാളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. എന്താണ് ശുചീന്ദ്രൻ കൈമുക്ക് എന്ന് അറിയോ നിങ്ങൾക്ക്? കൊണ്ടുവന്നായിരുന്നു അറിയാമോ ശുചീന്ദ്രൻ കൈമുക്ക്? തിരുവിതാംകൂറിൽ നിന്നിരുന്ന ഒരു സത്യപരീക്ഷണയാണ്. മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന സത്യപരീക്ഷണം. എന്തെന്നറിയാവോ? ഈ അതായത് സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുള്ള സത്യം എന്ന് അറിയാൻ വയ്യ. തിളച്ച എണ്ണയിൽ കൈമുക്കും. തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന സമയത്ത് കൈ പൊള്ളുന്നുണ്ടെങ്കിൽ അവൻ കുറ്റവാളിയാണ്. പൊള്ളിയില്ലെങ്കിൽ എന്താണ്? പൊള്ളിയില്ലെങ്കിൽ അവൻ നിരപരാധിയാണ്. ഓക്കെ, അതായത് ഈ ഒരു പരീക്ഷണത്തിൽ പെട്ട എല്ലാ ആൾക്കാരും, എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും പ്രതികളായിട്ടുണ്ട്. അതല്ല, കൈ പൊള്ളത്തില്ലേ ആരുടേതായാലും. ഓക്കെ, ക്ലിയറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുറെ സമ്പ്രദായങ്ങളെക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു പണ്ടത്തുള്ളത്. ഇപ്പോഴും ഒരാളെ കൊന്നെന്ന് വെച്ചോ, കൊന്ന ആയുധം കിട്ടിയില്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. മനസ്സിലായ? വ്യക്തമായ സാക്ഷികളില്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. അതൊക്കെയാണ് ഇപ്പോഴത്തുള്ള സംഭവങ്ങൾ. അങ്ങനെ കുറേ നൂലാമാലകളുണ്ട് ഇപ്പോഴത്തെ കുറെ സിസ്റ്റത്തില്. അതൊക്കെ മാറുമായിരിക്കും. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ സത്യം തെളിയിക്കുക എന്താണ്? നിങ്ങളെയൊക്കെ പണ്ട് വീട്ടിലേക്ക് സത്യം തെളിയിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും കള്ളത്തരം കാണിക്കുമ്പോൾ അടിയാണ്. ഇവിടെ വേറെ ഇരുന്ന് കേട്ടോ, ശുചീന്ദ്ര കൈമുക്കല് വേറൊരു പരിപാടിയാണ് എന്റെ വീട്ടില്. അതായത് എന്റെ കൈ എടുത്ത് അമ്മയുടെ തലയിൽ വെക്കും. ഇനി നീ പറയാന്ന് പറയും. മനസ്സിലായ? അമ്മയുടെ തലയിൽ തൊട്ട് പറയാൻ പറയും. കഴിഞ്ഞു. എനിക്കത് ശുചീന്ദ്രൻ കൈമുക്ക് അതിൽ എളുപ്പമാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ വേറെ എവിടെയും ഉണ്ടായിരുന്നു അത് ആ പരിപാടി. അതുകൊണ്ട് ഓക്കെ, അതൊക്കെ എല്ലായിടത്തും ഉള്ളതേ ഉണ്ട്. ശരി. അടുത്ത് നോക്കിയുള്ളതേ, ഇവയിൽ കമൻസലിസത്തിന് ഉദാഹരണം ഏത്? കമൻസലിസത്തിന് ഉദാഹരണം ഏത്? കമൻസലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ഉപയോഗവും മറ്റൊന്നിന് ഉപയോഗമോ ദോഷമോ ഇല്ലാത്ത കാര്യത്തിന് എന്ത് പറയുന്നത്? കമൻസലിസം എന്ന് പറയുന്നത്. ഒന്നിന് ഉപയോഗം, മറ്റൊന്നിന് ഉപയോഗവുമില്ല, ദോഷവുമില്ല. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ തിമിംഗലത്തിന്റെ ശരീരോപരിതലത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ബർനാക്കിൾസ് എന്ന് പറയുന്ന ഒഴുകുന്ന സസ്യങ്ങൾ. ഓക്കെ, ഇതിൽ ആർക്കാ ഉപയോഗം? തിമിംഗലത്തിനാണോ ഈ ബർനാക്കിൾസിനാണോ ഉപയോഗം? അവിടെ ഉപയോഗം ബർനാക്കിൾസിനാണ് ഉപയോഗം. എന്താണ് ഉപയോഗം? ബർനാക്കിൾസിന് എന്ത് കിട്ടും? ഈ തിമിംഗലം കഴിക്കുന്ന ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ ഈ ബർനാക്കിൾസിന് കിട്ടും. അത് മാത്രമല്ല, തിമിംഗലം സഞ്ചാരം ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. തിമിംഗലം പോകണത്തെല്ലാം എന്ത് ചെയ്യാൻ പിള്ളേരെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ശരി, ബാക്കിയുള്ള ഞാൻ പഠിപ്പിച്ചു തരാമേ. ഇപ്പൊ പറഞ്ഞ സമയം അവരോട് പോകും. ഓക്കെ, ക്ലിയർ ആണ്. നമ്മളും ഒരു പ്രായം വരെ നമ്മളും പരാത ജീവികളായിരുന്നു അല്ലേ? നമ്മളെ അച്ഛനെ അമ്മയും ഒക്കെ അങ്ങനെയല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്? ഫ്രീ ആയിട്ടുള്ള സഞ്ചാരം, ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം, ഫ്രീ ആയിട്ടുള്ള താമസം. ഓക്കെ, ഇപ്പോഴും അത് മാറണം. ഓക്കെ, ഇനി നമ്മൾ ഹോസ്റ്റ് ആവേണ്ട സമയമായി. നമ്മൾ ഹോസ്റ്റ് ആവണം. ഓക്കെ,
ക്ലിയർ ആണ്. നോക്കിയോ, മനുഷ്യ ശരീരത്തിൽ പീയൂഷ ഗ്രന്ഥി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? പീയൂഷ ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മനുഷ്യ ശരീരത്തിൽ പീയൂഷ ഗ്രന്ഥി കാണപ്പെടുന്നത് എവിടെയാണ്ട? പീയൂഷ ഗ്രന്ഥി കാണപ്പെടുന്നത് തലച്ചോറിന്റെ അടിഭാഗത്താണ് കേട്ടോ. തലച്ചോറിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഏത്? പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് കേട്ടോ. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ റോളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഹോർമോൺസ് ഒക്കെ അറിയാലോ, അത് ക്ലാസ് എടുത്തതിൻ്റെയുള്ളതാണ്. ഇല്ലെങ്കിൽ പിന്നെ ഒരു സർവേഷൻ ചെയ്യും, ഇപ്പം പറഞ്ഞ ഒരുപാട് സമയം പോകും. ഓക്കെ, അറിയത്തില്ലേ പീയൂഷ ഗ്രന്ഥി? അനക്കോ ഇല്ലേ? പറയണ പീയൂഷ ഗ്രന്ഥി ഏതൊക്കെയാടാ? TSH, ACTH, 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 GTH, പിന്നെ TSH, ACTH, GTH, പിന്നെ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. അതിന് സൊമാറ്റോട്രോപ്പിൻ, പിന്നെ ഏതാണ്? പ്രൊലാക്റ്റിൻ. ഓക്കെ, കറക്റ്റ് തന്നെ. പ്രൊലാക്റ്റിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ്, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോണ്, ഗുണാറോട്രോപ്പിക് ഹോർമോണ്, പിന്നെ സൊമാറ്റോട്രോപ്പിൻ, പിന്നെ പ്രൊലാക്റ്റിൻ പിന്നെ മിൽക്ക് പ്രൊഡക്ഷന് സഹായിക്കുന്ന പ്രൊലാക്റ്റിൻ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അറിയാം. അതിനകത്ത് റിവിഷൻ എടുത്ത് തരുമത്. ക്ലിയർ ആണ്. ചേരുംപടി ചേർക്കുക. പാർക്കിൻസൺസ്, എക്സിമ, ത്വക്ക്, തൊണ്ട. അല്ല സോറി, രോഗങ്ങൾ മുകളിലാണ് കേട്ടോ. പാർക്കിൻസൺസ്, എക്സിമ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, ത്വക്ക്, തൊണ്ട, നാഡീവ്യവസ്ഥ, കുടല്. ഒന്ന് ചേരുംപടി ചേർത്ത് ഉത്തരം കമന്റ് ചെയ്യടാ. നോക്കാം. പാർക്കിൻസൺസ് ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? രോഗങ്ങളും ബാധിക്കുന്ന അവയവമാണ്. പാർക്കിൻസൺസ് ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയില്ലേ. അപ്പം നമുക്ക് ഒന്നിന്റെ സ്ഥാനത്ത് ബി വരും. ഒന്നിന്റെ സ്ഥാനത്ത് ബി ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? നമുക്ക് അപ്പൊ ബി ഓപ്ഷൻ വേണ്ട, അവിടെ ബി ഇല്ല. നമുക്ക് ഡി ഓപ്ഷൻ വേണ്ട, ഒന്നുകിൽ എ അല്ലെങ്കിൽ സി. ഓക്കെ, അടുത്ത് ടൈഫോയിഡ് ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ് ടൈഫോയിഡ് ബാധിക്കുന്നത്. അപ്പൊ 2 D വരും. ഓക്കെ, അപ്പൊ 1 ബിയും 2 D, 1 ബിയും 2 D ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി എക്സിമ നിങ്ങൾക്ക് അറിയാം. എക്സിമ ബാധിക്കുന്ന ത്വക്കിനെയാണ്. ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ടയാണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ് അത്. പക്ഷേ ഈ ഒരു പാറ്റേൺ ചോദിക്കും, എപ്പോഴാണ് കാണി തെറ്റിക്കാതിരുന്നാൽ മതി. ഓക്കെ, ഇവയിൽ സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ഏതാണ്? സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ബാലമുകുളം. ഓക്കെ, ക്ലിയർ ആണ്. കാല അസർ ലോകത്തിന് കാരണമാകുന്നത് എന്താണ്? കാല അസർ, ലീഷ്മനോസിസ് എന്നറിയപ്പെടുന്ന ഒരു രോഗമാണ് കാല അസർ. ഈ കാല അസർ നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. കാല അസർ എ ആണോ എല്ലാവർക്കും കിട്ടിയത്? എങ്ങനെയാണ് എല്ലാവർക്കും ഒരുമിച്ച് എ കിട്ടുന്നത്? ഒരുമിച്ച് നിന്ന് തെറ്റ് പറയാണ് പിള്ളേരെ. കാല അസർ അല്ലെങ്കിൽ ലീഷ്മനിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രോട്ടോസോവ രോഗങ്ങളാണ്. നമ്മൾ രോഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോട്ടോസോവ രോഗങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ആ സമയത്ത് പറഞ്ഞുതരാം കാല അസർ എന്താണെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. രക്തകോശങ്ങൾ, ത്വക്ക്, മോണ, പല്ലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏത്? രക്തകോശങ്ങൾ, ത്വക്ക്, മോണ, പല്ലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ്. ഭയങ്കര കൺഫ്യൂഷനാണ്. കിടന്ന് കറങ്ങുന്നുണ്ട് എല്ലാവരും. വളരെ ജീവകം സി ആണ് കേട്ടോ. ജീവകം സി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ജീവകം സി ആണ്. രക്തകോശങ്ങൾ, ത്വക്ക്, മോണ, പല്ലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ഏതാണ്? ജീവകം സി ആണ്. ഓക്കെ, ത്വക്ക്, മോണ എന്ന വാക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. അത് വൈറ്റമിൻ സി ആയിരിക്കും കേട്ടോ. മോണ. നമ്മൾ വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം ഏതാണ്? സ്കർവി അല്ലേ? ഈ സ്കർവി വന്നു കഴിഞ്ഞാൽ മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവും. അതായത് നമുക്കത് പ്രധാന പ്രശ്നം വേണ്ടത് നമ്മുടെ മോണയിലാണ്. ഓക്കെ, മോണയിലാണ് കേട്ടോ. മോണയിലാണ് പ്രശ്നം വരുന്നത്. അപ്പൊ മോണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം അത് വൈറ്റമിൻ സി ആണ്. ഓക്കെ, ഏത് ഇല കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ സി കിട്ടും? വളരെ മുരിങ്ങ ഇല കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി കിട്ടും കേട്ടോ. മുരിങ്ങ ഇല കഴിച്ചു കഴിഞ്ഞാൽ മുരിങ്ങ ഇല കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി കിട്ടും. ഓക്കെ, മുരിങ്ങ ഇല. പിന്നെ നമുക്കറിയാം നെല്ലിക്ക, പിന്നെ പുളി രുചിയുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ സി ആണ് കിട്ടുന്നത്. ഓക്കെ, എന്നാലേ ചീര ഇല കഴിച്ചാൽ എന്ത് കിട്ടും? ചീര ഇല ചീര ഇല കഴിച്ചാൽ കിട്ടുന്നത് വൈറ്റമിൻ എ ആണ്.
ചീരയില കഴിച്ചാൽ കിട്ടുന്ന വൈറ്റമിൻ എ ആണ്. എ. ഓക്കെ, ക്ലിയർ ആണ്. ശരി. പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കണ്ടുപിടിയടാ. പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കണ്ടുപിടിച്ചേ. തെറ്റായതാണ് വേണ്ടത്. ഇൻസുലിൻ കോശത്തിനുള്ളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം കുറയ്ക്കുന്നു. ഇൻസുലിൻ കോശത്തിനുള്ളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം കുറയ്ക്കുന്നു. ശരിയോ തെറ്റോ? പിള്ളേരെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒന്നുള്ളതായിരിക്കും ആൻസർ. അപ്പൊ ഇവിടെ സി നമുക്ക് വെട്ടാം, ബിയും വെട്ടിക്കളയാം. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻസുലിൻ കോശത്തിനുള്ളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുന്നു. ഇൻസുലിന്റെ ജോലി തന്നെ കോശത്തിനുള്ളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുക. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ പിള്ളേരെ, നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷനിൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് എ നമുക്ക് വെട്ടിക്കളയാം. അതായത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. ചില ചോദ്യങ്ങൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിൽ കിട്ടും ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡയബറ്റിസ് മെല്ലിറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകുന്നു. ഡയബറ്റിസ് മെല്ലിറ്റസ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഡയബറ്റിസ് മെല്ലിറ്റസ് എന്താ? പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ എന്നൊക്കെ നമ്മൾ പറയുന്ന രോഗമുണ്ടല്ലോ. ആ ഡയബറ്റിസ് മെല്ലിറ്റസ് വന്നു കഴിഞ്ഞാൽ മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകുന്നു. ശരിയാണ്. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. ഓക്കെ, അടുത്ത ഡയബറ്റിസ് മെല്ലിറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നു. അതും ശരി. ഓക്കെ, ക്ലിയർ ആണല്ലോ. പഠിച്ചു വെച്ചോണം, എല്ലാ പോയിന്റും പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇൻസുലിന്റെ കുറവ് മൂലം വരുന്ന രോഗമാണ് ഡയബറ്റിസ് മെല്ലിറ്റസ്. ഡയബറ്റിസ് മെല്ലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം അത് വന്നു കഴിഞ്ഞാൽ മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകും. ബ്രേക്ക് ഉണ്ടോ? ബ്രേക്കില്ല. ഇല്ല. ഓക്കെ, അതുപോലെ ഡയബറ്റിസ് മെല്ലിറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ രൂപപ്പെടലിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ചെറുകുടലിന്റെ ആദ്യ ഭാഗം കമന്റ് ചെയ്തേ. ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് ഏത്? പക്വാശയം. പക്വാശയത്തിന്റെ ഇംഗ്ലീഷ് ആർക്ക് പറയാം? പക്വാശയത്തിന്റെ ഇംഗ്ലീഷ് ആണ് ഡിയോഡിനം. ഡിയോഡിനം എന്നാണ് പക്വാശയത്തിന്റെ ഇംഗ്ലീഷ്. ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം, അതിന്റെ ഇംഗ്ലീഷ് ആണ് ഡിയോഡിനം. ഓക്കെ, ഡിയോഡിനം. ക്ലിയർ ആണല്ലോ. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. എങ്കിൽ പറയടാ, 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദി ആർക്ക് പറയാം? 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദി ഏത് രാജ്യമാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, ജൈവ വൈവിധ്യ ഉച്ചകോടിയല്ല. കൊറിയ, സൗത്ത് കൊറിയ. വളരെ സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയൻ ആൻസർ കേട്ടോ. സൗത്ത് കൊറിയയാണ് 2025 ലോക പരിസ്ഥിതി ദിനമായിട്ട് ദിനാഘോഷത്തിന്റെ വേദി. ഓക്കെ, സൗത്ത് കൊറിയയാണ്. ക്ലിയർ ആണല്ലോ. ഇനി തീം എന്തെന്നറിയാവോ? തീം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്നാണ് തീം. ഓക്കെ, എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് തീം കേട്ടോ. ഓക്കെ, എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതായത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. 2024 വേദി എവിടെയായിരുന്നു? 2024 സൗദി അറേബ്യ. 2024 വേദി സൗദി അറേബ്യ ആയിരുന്നു വേദി. ഓക്കെ, തീം എന്തായിരുന്നു പിള്ളേരെ? അത് തന്നെയാണ് ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ. അത് തന്നെയാണ് തീം. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ, ഇതൊക്കെയായിരുന്നു തീം. അത് തന്നെയാണ്. എന്നാല് സ്ലോഗൺ എന്തായിരുന്നു? അത് പലർക്കും കൺഫ്യൂഷൻ ആണ്. രണ്ടും വന്നപ്പോഴേ, അതായത് നമ്മൾ ഈ പറഞ്ഞ ലാൻഡ് റീസ്റ്റോറേഷൻ അതുപോലെ ഡെസർട്ടിഫിക്കേഷൻ, മരുഭൂവൽക്കരണം, അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിന്റെ തീമാണ്. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ഇതിന്റെ തീമാണ്. എന്നതിന്റെ സ്ലോഗൺ എന്താണെന്ന് അറിയാം പിള്ളേരെ? അതുകൊണ്ടായിരുന്നു. ഡ്രോട്ട് റെസിലൻസ്, അതുകൊണ്ടായിരുന്നു. വരൾച്ച നിവാരണം,
അത് തീമിലുണ്ടായിരുന്നു. ഓക്കെ, സ്ലോഗൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. എന്താണ് പിള്ളേരെ? അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. അങ്ങനെ ഒരു തീം ഇതിന്, അതായത് ഈ തീം എന്ന് പറയുന്നത് ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ഡ്രോട്ട് റെസിലൻസ്, അതായത് വരൾച്ച ഇല്ലാതാക്കൽ. എന്നാൽ സ്ലോഗൻ എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ പിള്ളേരെ അതാണ് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. ക്ലിയർ ആണല്ലോ? അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. ക്ലിയർ ആണ്? ഓക്കെ, നമ്മുടെ LSES മെയിൻസിന് ചോദിച്ചപ്പോൾ തീമാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ ലാൻഡ് റീസ്റ്റോറേഷനും ഡെസർട്ടിഫിക്കേഷനും ഒക്കെയാണ് എന്റെ ആൻസർ ആയിട്ട് വന്നത്. സ്ലോഗൻ എന്താണെന്ന് കേട്ട് കഴിഞ്ഞാല് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നായിരുന്നു സ്ലോഗൻ. 2024 വേദി സൗദി അറേബ്യ. ഓക്കെ, തീം ലാൻഡ് റീസ്റ്റോറേഷൻ ഡെസർട്ടിഫിക്കേഷൻ. സ്ലോഗൻ വരുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. 2025 സൗത്ത് കൊറിയ. തീമാണ് പറയുന്നത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ, ശരി, നമുക്ക് പെട്ടെന്ന് തീർക്കാം. 10 ക്വസ്റ്റ്യനും കൂടെ. ഇവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. പെട്ടെന്ന് വീടാ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ചിക്കൻ ബോക്സ് വായുവിലൂടെയാണ്. മീസിൽസ് വായുവിലൂടെയാണ്. ക്ഷയം വായുവിലൂടെയാണ്. ജലദോഷവും വായുവിലൂടെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ ആണ്? ഈസി ക്വസ്റ്റ്യൻ. 2 മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ യഥാക്രമം 12, 16 എന്നിവയും മാസ് നമ്പർ 18 എന്നിങ്ങനെയാണ്. അവ ഏതിന് ഉദാഹരണമാണ്? വ്യത്യസ്ത അറ്റോമിക് നമ്പരും ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരും വരുമ്പോൾ പിള്ളേരെ നിങ്ങൾക്കറിയാം ഐസോബാറുകൾ. ഒരേ മാസ് നമ്പർ, ഒരേ മാസ്, ബാറിൽ കയറി മാസ്. ഓക്കെ, ഐസോബാർ. ഒരേ മാസ് നമ്പർ, വ്യത്യസ്ത അറ്റോമിക് നമ്പർ, ഐസോബാർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരേ മാസ് ബാർ. നമ്മൾ ബാറിൽ കയറി മാസ് ആണെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത്, നിർത്തിയിട്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ വാഹനത്തിലെ യാത്രക്കാർ പിറകോട്ടായും. ഏത് പ്രതിഭാസമാണ് ഇതിന് കാരണം? ഏത് പ്രതിഭാസമാണ് പിള്ളേരെ? ഇത് ജഡത്വം എന്ന പ്രതിഭാസമാണ്. ഓക്കെ, ജഡത്വം. ഓക്കെ, ഈ ജഡത്വമൊക്കെ മുതലാക്കിയിട്ടുള്ള കുറെ മാമാരുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോഴേ മനസ്സിലാക്കി. ആ തിയറി ഇതാണ്, ജഡത്വം. ഓക്കെ, കുറെ ഞരമ്പ് അമ്മാവന്മാർ ഇത് മുതലാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ പിള്ളേരെ? ശബ്ദത്തിന്റെ കൂർമ്മത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശബ്ദത്തിന്റെ കൂർമ്മത ഏതാ പിള്ളേരെ? ഉച്ചതയാണോ കൂർമ്മത? പിച്ച് വരുന്നത് ആവൃത്തിയല്ലേ? SCRT ഉള്ളതാണേ, പഠിച്ചോണേ ഈ സാധനം. ഓക്കെ, ശബ്ദത്തിന്റെ കൂർമ്മത ആവൃത്തിയാണ്. ആവൃത്തി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ ഏതല്ല? അലൂമിനിയം വൈദ്യുത ചാലകമാണ്. പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കുറഞ്ഞ ലോഹമാണ്. പൊട്ടാസ്യം കാഠിന്യമുള്ള ലോഹമാണ്. ചെമ്പിന് സൊണോരിറ്റി ഉണ്ട്. തെറ്റായതാണ് വേണ്ടത്. ഒന്നാമത്തത് അലുമിനിയം വൈദ്യുത ചാലകമാണോ? അലുമിനിയം വൈദ്യുത ചാലകമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അലുമിനിയം വൈദ്യുത ചാലകമാണ്, ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ നമുക്ക് ഒന്നാമതുള്ളത് ഓപ്ഷൻ വെട്ടിക്കളയാം. നമുക്ക് വേണ്ട തെറ്റായതാണ്. നമുക്ക് എയിലും ഡിയിലും ഒന്നുണ്ട്. നമ്മൾ അത് രണ്ടും വെട്ടി. ഇനി പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കുറഞ്ഞ ലോഹമാണ്. തെറ്റല്ലേടായി? പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കുറഞ്ഞ ലോഹം. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? ഓക്കെ, വാട്ട് ഈസ് ഡക്റ്റിലിറ്റി? ഡക്റ്റിലിറ്റി എന്താണ്? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? വലിച്ചു നീട്ടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞത്. പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കൂടിയ ലോഹമാണ്. മനസ്സിലായ? ക്ലിയർ ആണ്? അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഉള്ളത് ഓപ്ഷൻ സിയിലാണ്. 2, 3 തെറ്റാണ്. അതായത് പൊട്ടാസ്യം കാഠിന്യമുള്ള ലോഹമാണ്, അത് തെറ്റാണ്. പൊട്ടാസ്യം മൃദു ലോഹമാണ്. ചെമ്പിന് സൊണോറിറ്റി ഉണ്ട്. വാട്ട് ഈസ് സൊണോറിറ്റി? സൊണോറിറ്റി എന്താ പിള്ളേരെ? സൊണോറിറ്റി പൊട്ടാസ്യം സോഫ്റ്റ് മെറ്റൽ ആണ്. സൊണോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതലങ്ങൾ തട്ടുമ്പോൾ, കഠിനമായ പ്രതലങ്ങൾ തട്ടുമ്പോൾ ശബ്ദമുണ്ടാക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. ചെമ്പിനൊക്കെ സൊണോറിറ്റി ഉണ്ട് കേട്ടോ. ഉണ്ട്. ഓക്കെ, ഇവയിൽ രണ്ടാം വർഗ ഉത്തോലകങ്ങളിൽ പെടാത്തത് ഏത്?
രണ്ടാം വർഗ ഉത്തോലകം നഖംവെട്ടിയാണ് അല്ലേ പിള്ളേർ? നഖംവെട്ടി ഇവിടെ നഖംവെട്ടിയാണ് ആൻസർ. നഖംവെട്ടി. ഓക്കെ, ഞാൻ രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. ഒരു 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 കട ആലോചിക്കുക, ഒരു പെട്ടിക്കട ആലോചിക്കുക. പെട്ടിക്കടയില് നാരങ്ങ ഞെക്കി ഉണ്ടാകും, അതുപോലെ തന്നെ ബോട്ടിൽ ഓപ്പണർ, സോഡ ഓപ്പണർ ഉണ്ടാകും, പാക്ക് വെട്ടി ഉണ്ടാകും, പിന്നെ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു മാമൻ ഉണ്ടാകും. അങ്ങനെ ഓർത്ത് വെച്ചാൽ കേട്ടോ. അപ്പം വീൽ ബാരോ, പാക്ക് വെട്ടി, ബോട്ടിൽ ഓപ്പണർ, നാരങ്ങ ഞെക്കി, ഇതല്ല രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. നെയിൽ പുള്ളർ അല്ലെങ്കിൽ നഖം വെട്ടി എത്രാം വർഗ ഉത്തോലകമാണ്ട? നഖം വെട്ടി ഒന്നാം വർഗ ഉത്തോലകമാണ് അല്ലേ? നഖം വെട്ടി ഒന്നാം വർഗ ഉത്തോലകമാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടുപിടിച്ചേ. വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. വാതക തന്മാത്രകൾക്ക് ഗതികോർജം കൂടുതലാണ് അടേ. ഗതികോർജം കൂടുതലാണ്. തമ്മിലുള്ള ആകർഷണ ബലം കുറവാണ് അടേ. തമ്മിലുള്ള ആകർഷണ ബലം കുറവാണ്. അതുകൊണ്ടല്ലേ വാതകം ഇങ്ങനെ പറന്നു നടക്കുന്നത്, ആകർഷണ ബലം കുറവായതുകൊണ്ടാണ്. അടുത്ത്, തന്മാത്ര തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലാണ്. തെറ്റാണ്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുമ്പോൾ അത് ഏതാ വരുന്നത്? അത് കരത്തിലാണ് തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ. അടുത്ത ചോദ്യം, ഇവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? കണ്ടുപിടിയടാ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. തെറ്റല്ലേ? ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവല്ലേ? ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. ഓക്കെ, അപ്പോഴ് പിള്ളേരെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? തെറ്റാണ്. ഒന്നാം സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാം ഓപ്ഷൻ എ. നമുക്ക് സവിശേഷത അല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കോണേ. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ശരിയാണ്. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. അതും ശരിയാണ് കേട്ടാ. ശരിയാണ്, ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത് ഇനി മൂന്ന് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഓക്കെ, ഓഡിയോ ഫോൺ എന്ന ഉപകരണത്തിന്റെ ഉപയോഗം ഇവയിൽ ഏതാണ്? ഓഡിയോ ഫോൺ ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിലുള്ളതാണ്. ഓഡിയോ ഫോൺ എന്താണ്ടാ? കേൾവിക്കുറവുള്ളവർക്ക് ശബ്ദം വ്യക്തമായി കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ ഫോൺ. ഓക്കെ, ഓഡിയോ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കുറവുള്ളവർക്ക് ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അടുത്ത ചോദ്യം, തന്മാത്രകളുടെ ചലനം വഴി താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പ്രസരിക്കുന്ന താപപ്രേഷണ രീതി ഏതാണ്? തന്മാത്രകളുടെ ചലനമാകുമ്പോൾ സംവഹനമാണ്. തന്മാത്രകളുടെ കമ്പനമാകുമ്പോൾ ചാലനവും. തന്മാത്രകളുടെ കമ്പനം എന്നാൽ ചാലനവും. തന്മാത്രകളുടെ ചലനമാകുമ്പോൾ സംവഹനവുമാണ്. അടുത്ത, ഇവയിൽ മെർക്കുറിയുടെ അയിര് ഏതാണ്? മെർക്കുറിയുടെ അയിര് സിന്നബാർ. മെർക്കുറിയുടെ അയിര് ഏതാ പിള്ളേരെ? സിന്നബാർ ആണ് മെർക്കുറിയുടെ അയിര്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ നമ്മള് പോവരുത്. 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന രീതിയിൽ അത് മാർക്കാൻ വേണ്ടിയാണ്. മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. 35+ ആർക്കെങ്കിലും ഉണ്ടോ? 35+. ഞാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നോക്കി എടുത്തതാ. 35+ ഉള്ളവരൊന്ന് മാർക്ക് കമന്റ് ചെയ്തേടാ. ആർക്കും ഇല്ല 35+. നിങ്ങൾക്ക് 35+ പ്രതീക്ഷയായിരുന്നു. സംഗീതം 36 ഉണ്ട്. വേറെ ആർക്കും ഉണ്ടോ 35+? പിങ്കി 35.33. കൃഷ്ണാനന്ദ് 35. ഓക്കെ, ഇനി 30+ എന്ന് കമന്റ് ചെയ്തത്. 30+ ഒക്കെ ഒരുപാട് പേർക്ക് കാണും. 30+. ഓക്കെ, ഇനി എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തോ. എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തിട്ട് പൊക്കോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ, ടാറ്റ. ബൈ.